അട്ടപ്പാടി മധു കേസിൽ ഏപ്രിൽ 4-ന് വിധി പറയും. മണ്ണാർക്കാട് CST പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, അന്തിമ വിധിയാണ് ചൊവ്വാഴ്ച വരാനിരിക്കുന്നത്. ഇന്ന് എന്താണ് കോടതിയിൽ സംഭവിച്ചത്? ധന്യ, നാം കാത്തിരിക്കുന്ന വിധി ഏപ്രിൽ 4-ന് ഉണ്ടാകും എന്നുള്ളതാണ് ജഡ്ജി വ്യക്തമാക്കിയിട്ടുള്ളത്. കേസ് പരിഗണിച്ച ഉടൻ തന്നെ അദ്ദേഹം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറോടും അതോടൊപ്പം തന്നെ പ്രതിഭാഗം അഭിഭാഷകരോടും പറഞ്ഞ ഒരു വാചകം ഇത്ര മാത്രമേ ഉള്ളൂ, അല്പം ലെങ്തിയാണ്. അതുകൊണ്ട് ഇത് ഏപ്രിൽ 4-ന് വിധി പറയാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഏപ്രിൽ 4-ന് ഇതിൽ ശിക്ഷാവിധി ഉണ്ടാകും. അന്തിമവാദം കഴിഞ്ഞ് രണ്ടാമത്തെ തവണയാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത്. മാർച്ച് 10-ന് അന്തിമവാദം കഴിഞ്ഞിരുന്നു. മാർച്ച് 18-നും ഇന്നും കോടതി പരിഗണിച്ചു. ഇനി ഏപ്രിൽ 4-ന് ഇത് സംബന്ധിച്ചുള്ള ശിക്ഷാവിധി പറയും എന്ന് തന്നെയാണ് പറയുന്നത്. വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മധുവിൻ്റെ കുടുംബം, മധുവിൻ്റെ അമ്മ മല്ലിയും സഹോദരി സരസുവും അതോടൊപ്പം തന്നെ സമരസംഘ സമിതി പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ എത്തി. മുഴുവൻ പ്രതികളും 16 പ്രതികളും ഇന്ന് ഹാജരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ച സമയത്ത് മുഴുവൻ പ്രതികളോടും കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും അവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഈ കേസിൽ ഏപ്രിൽ 4-ലാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ നാൾ വിചാരണ എല്ലാം തന്നെ അത്രയേറെ വൈകിയ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വിധി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ മധുവിൻ്റെ കുടുംബം എത്തിയിരുന്നു. എന്തായാലും അതിന് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഏപ്രിൽ 4-ന് ശിക്ഷാവിധി ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2018 ഫെബ്രുവരി 22-നാണ് മധു കൊല്ലപ്പെടുന്നത്. മുക്കാലിയിലെ ഒരു വനത്തിനുള്ളിൽ നിന്നും മധുവിനെ പ്രതികൾ പിടിച്ചുകൊണ്ടുവരികയും മുക്കാലിയിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തുകയും മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തു. ഈ മർദ്ദനത്തെ തുടർന്നാണ് മധു കൊല്ലപ്പെടുന്നത്. മധുവിനെ മുക്കാലിയിൽ വെച്ച് ഒന്നാം പ്രതി മധുവിനെ ചവിട്ടി വീഴ്ത്തിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് പിന്നീട് ക്ഷേത്ര ഭണ്ഡാരത്തിലേക്ക് തലയിടിച്ച് മധു വീഴുകയും അതാണ് മരണകാരണമായി മാറിയിട്ടുള്ളത്. കേസിന്റെ ഓരോ ഘട്ടത്തിലും വലിയ നാടകീയ സംഭവങ്ങളെല്ലാം ഇതിന്റെ സാക്ഷി വിസ്താര വേളയിലെല്ലാം നാടകീയ സംഭവങ്ങൾ ഉണ്ടായ ഒരു കേസ് കൂടിയാണ് ഇത്. 2018-ലാണ് സംഭവം നടന്നെങ്കിൽ പോലും കുറ്റപത്രം ഉൾപ്പെടെ 90 ദിവസത്തിനകം കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിച്ചിട്ടും ഇതിന്റെ വിചാരണ നടപടികൾ വൈകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ ഏപ്രിൽ 4-ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് കോടതി ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കറിയാം, വിചാരണ തുടങ്ങിയത് മുതൽ പ്രോസിക്യൂഷൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അത് സാക്ഷികളുടെ കൂറുമാറ്റമായിരുന്നു. അതിന് ശേഷം സാക്ഷി സംരക്ഷണ നിയമമൊക്കെ നടപ്പിലാക്കിയതോടെയാണ് ഈ ഒരു പരിധിവരെ കൂറുമാറ്റം തടയാൻ പ്രോസിക്യൂഷന് സാധിച്ചതും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടതുകൊണ്ടായിരിക്കും വളരെ ലെങ്തിയാണ് 4-ലേക്ക് ഇത് മാറ്റാനുള്ള കാരണം. തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്തിമവാദമെല്ലാം മാർച്ച് 10-ൽ പൂർത്തിയായിരുന്നു. ആ സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നത് മാർച്ച് 18-നും ഇത് കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇന്ന് വളരെ കൃത്യമായി ഈ കേസ് ആദ്യം പരിഗണിച്ച കേസ് മധു കേസാണ്. മധു കേസ് പരിഗണിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകരോട് പ്രതിഭാഗവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനോടും വ്യക്തമാക്കിയിരിക്കുന്നത് അല്പം ലെങ്തിയാണ്, അതുകൊണ്ട് നമുക്ക് 4-ന് വിധി പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജഡ്ജി അത് ഈ കേസ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും 4-ാം തീയതി ശിക്ഷ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയേറെ സാക്ഷികൾ 24 സാക്ഷികളാണ് ഈ കേസിൽ കൂറുമാറിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് വിചാരണ സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. മധുവിൻ്റെ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് വിചാരണ സ്റ്റേ ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീടാണ് സാക്ഷികൾക്ക് ഈ പ്രതികളുടെ എല്ലാം ജാമ്യം റദ്ദാക്കുകയും സാക്ഷി വിസ്താരം തുടരുകയും ചെയ്ത് ഈ ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള നാടകീയ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അത്രയേറെ വിചാരണ നടപടികൾ നീണ്ടുപോവുകയും അത്രയേറെ നാടകീയ സംഭവങ്ങൾ ഈ കോടതിക്കകത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പം അമ്മയും സഹോദരിയും ഒക്കെ കോടതിയിലെത്തി എന്ന് പറയുന്നവരോട് സംസാരിച്ചിരുന്നോ പ്രസാദ്? എന്താണ് അവരുടെ ഒരു പ്രതികരണം? നമ്മളെല്ലാം തന്നെ അവരുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ്. അവർ ഇപ്പോൾ കോടതിയിൽ തന്നെയാണുള്ളത്. അല്പസമയത്തിനകം തന്നെ കോടതിക്ക് പുറത്തേക്ക് മധുവിൻ്റെ അമ്മയും സഹോദരിയും അതോടൊപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും എല്ലാം തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അവരെ കണ്ടപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. ഈ 16 പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു അവരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇന്നും വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാവിലെ അട്ടപ്പാടിയിലെ ചിണ്ടക്കി ഊരിൽ നിന്നും അമ്മ മല്ലിയും സഹോദരി സരസുവും അതോടൊപ്പം തന്നെ ഇവർക്കൊപ്പം നിന്ന് സമരസമിതി പ്രവർത്തകരും എല്ലാം തന്നെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോടതി വരാന്തയിൽ അവിടെ
മധുവിൻ്റെ അമ്മയോടും സഹോദരിയോടും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഏപ്രിൽ 4-ന് വിധിയുണ്ടാകും എന്ന പ്രതീക്ഷയെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അല്പസമയത്തിനകം ഇവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇവരുടെ പ്രതികരണവും ലഭിക്കും. ഈ കേസിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്രയേറെ സാക്ഷികൾ കൂറുമാറിയ 24 സാക്ഷികൾ നിരന്തരം കൂറുമാറുന്നു. ഒപ്പം നിൽക്കുമെന്ന് കരുതിയ ബന്ധുക്കൾ പോലും കൂറുമാറുന്ന സാഹചര്യം. വനംവകുപ്പ് ജീവനക്കാർ ഇതിൽ കൂറുമാറുന്നു. അങ്ങനെ അവർക്കെതിരെ വനംവകുപ്പ് ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടായിട്ടും പിന്നീടും കൂറുമാറ്റം തുടരുന്ന ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതിക്ക് പോലും ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ കേസിൽ ഉണ്ടാകുന്നത്. എന്തായാലും വിചാരണ നടപടികളെല്ലാം പൂർത്തിയാക്കി അന്തിമവാദം പൂർത്തിയാക്കി ഇനി വിധിക്കുള്ളായുള്ള കാത്തിരിപ്പാണ്. അത് ഏപ്രിൽ 4-ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷയിലാണ്. നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ വളരെ അപൂർവമായ പ്രതികൾക്ക് ഹൈക്കോടതി അനുവദിച്ച ജാമ്യം വിചാരണ കോടതി റദ്ദാക്കിയ അപൂർവത പോലും ഉണ്ടായിരിക്കുന്ന കേസാണ്. മറ്റൊന്ന് സാക്ഷികളുടെ കൂറുമാറ്റം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഒരാൾ മരിച്ചാൽ നടത്തുന്ന ഈ മജിസ്ട്രേറ്റിയൽ അന്വേഷണ റിപ്പോർട്ട് വിചാരണ വേളയിൽ എങ്ങനെ പ്രസക്തമാവുന്നു എന്നുള്ളതിനും മധു കേസ് സാക്ഷിയാവുകയുണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ വലിയ കോളിളക്കമുണ്ടാക്കിയ കേസ് കൂടിയാണ് അട്ടപ്പാടി മധു കേസ്. എങ്ങനെയാണ് കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ അതിന്റെ എല്ലാ ഭാഗത്തും സാക്ഷി കൂടിയായ ആളാണല്ലോ പ്രസാദ്, ഒന്ന് വിശദീകരിക്കാൻ പോകുന്നത്? തന്നെയാ ഇതിൻ്റെ നാൾവഴികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് 2018 ഫെബ്രുവരി 22-നാണ്. അന്ന് ഉച്ചയ്ക്ക് 12:40-നാണ് 12-ഓടുകൂടിയാണ് മധുവിനെ മുക്കാലി വനത്തിൽ നിന്നും അജമല എന്ന് പറയുന്ന മലയുടെ താഴ്വാരത്ത് നിന്നും മധുവിനെ പിടിച്ചുകൊണ്ടുവരുന്നത്. പിന്നീട് 2:30-ഓടുകൂടി മധുവിനെ അവിടെ നിന്നും കൈകൾ കെട്ടി മുക്കാലിയിലേക്ക് കൊണ്ടുവരുന്നു. മുക്കാലിയിൽ വെച്ചാണ് മധു കൂടുതൽ മർദ്ദനത്തിനിരയാവുകയും പിന്നീട് പോലീസ് ജീപ്പിൽ അഗളിയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ മധു കൊല്ലപ്പെടുകയും മരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൽ മധുവിനെ പിടിച്ചത് കള്ളനെന്ന് ആരോപിച്ചായിരുന്നു ഈ പ്രതികൾ മധുവിനെ വനത്തിനകത്ത് കയറി പിടിച്ച് ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ നടത്തി മർദ്ദിച്ച് കൊന്നത്. ഇതിൽ 16 പ്രതികളാണ്. ഈ സംഭവം നടന്ന് 2018 മെയ് 23-ന് മണ്ണാർക്കാട് SCST പ്രത്യേക കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പക്ഷേ പിന്നീട് വിചാരണ വലിയ തോതിൽ നീളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 2022 മാർച്ച് 17-നാണ് പ്രതികളെ കുറ്റപത്രം വായിപ്പിക്കുന്നത്. അതായത് 4 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഈ കേസിൻ്റെ വിചാരണ നടപടികൾക്ക് പിന്നീട് തുടക്കം കുറിക്കാൻ. 2028 ഏപ്രിൽ 28-ന് സാക്ഷി വിസ്താരം ആരംഭിച്ചു. സാക്ഷി വിസ്താരം ആരംഭിച്ച അന്ന് തന്നെ ഇതിലെ സാക്ഷികൾ കൂറുമാറുന്നു. 2 സാക്ഷികൾ നിരന്തരം കൂറുമാറി. എടുത്തു പറയേണ്ട ഒരു കാര്യം, സാക്ഷികൾ പ്രതിഭാഗത്തിൻ്റെ ഒപ്പം വരുന്ന കാഴ്ച പോലും നിസ്സഹായതയോടുകൂടി മധുവിൻ്റെ കുടുംബത്തിന് നോക്കി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പല സാക്ഷികൾക്കും ഇവിടെ മണ്ണാർക്കാട് കോടതി അട്ടപ്പാടിയിൽ നിന്ന് മണ്ണാർക്കാട് കോടതിയിൽ എത്താൻ ഏറെ ദൂരമുണ്ട്. ചില ആളുകൾക്ക് തലേ ദിവസം തന്നെ ഹോട്ടൽ മുറിയെടുത്ത് പ്രതിഭാഗം ആളുകൾ ഹോട്ടൽ മുറിയെടുത്ത് കൊടുത്തു. അത്തരം കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കുകയും കോടതി അത് ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരു ഘട്ടത്തിൽ കോടതിയിൽ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ച, അതായത് ഇതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ പ്രദർശിപ്പിക്കുന്ന സമയത്ത് സുനിൽകുമാർ എന്ന് പറയുന്ന സാക്ഷി അത് മധുവിനെ മുക്കാലിയിൽ ആൾക്കൂട്ട വിചാരണ നടത്തുമ്പോൾ ഇതിന് സാക്ഷിയായി സുനിൽകുമാർ എന്ന് പറയുന്ന സാക്ഷി അവിടെ ഉണ്ടായിരുന്നു. വളരെ പകൽ പോലെ വ്യക്തമായ ആ ദൃശ്യത്തിൽ അത് കണ്ടിട്ടും സുനിൽകുമാർ അങ്ങനെ ഇല്ല, ഞാനല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. അങ്ങനെ സുനിൽകുമാറിൻ്റെ കാഴ്ചശക്തി പരിശോധിക്കാൻ കോടതി ആവശ്യപ്പെടുന്നു. അങ്ങനെ നിരന്തരം ഒട്ടേറെ നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും 24 സാക്ഷികൾ കൂറുമാറിയെങ്കിലും 77 പേർ പ്രോസിക്യൂഷന് അനുകൂലമായി നിന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യം. ഇതിൽ ഫെബ്രുവരി 14 2023 ഫെബ്രുവരി 14-ന് സാക്ഷി വിസ്താരം പൂർത്തിയായി. 2023 മാർച്ച് 10-ന് അന്തിമവാദവും പൂർത്തിയായി. ഇനി നമ്മൾ കാത്തിരിക്കുന്നതിൻ്റെ ശിക്ഷാവിധിയാണ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മധുവിൻ്റെ കുടുംബവും മധുവിൻ്റെ അമ്മയും സഹോദരി സരസുവുമെല്ലാം വരുന്നുണ്ട്. ആദ്യം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുക. ഇത്രയേറെ ആളുകൾ കാത്തിരിക്കുന്ന ഈ കേസിൽ എന്താകും വിധി എന്ന് തന്നെയാണ് ആളുകൾക്ക് അറിയേണ്ടത്. കാരണം 16 പ്രതികളും ശിക്ഷിക്കപ്പെടുമോ? എന്തായാലും വിധി ഏപ്രിൽ 4-നാണ് എന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പബ്ലിക് പ്രോസിക്യൂട്ടറിലേക്ക് നമുക്ക് പോകാം. ഏപ്രിൽ 4-നാണോ? എന്താണ് ഏപ്രിൽ 4-ലേക്ക് വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. ഇന്ന് എടുത്തു വിധി പൂർണ്ണമായിട്ട് ജഡ്ജ്മെൻറ്റ് തീർന്നിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട്
4-ാം തീയതിയിലേക്ക്, അടുത്ത ആഴ്ച തന്നെ 4-ാം തീയതിയിലേക്ക് വിധി പറയും. അതെ, സാധാരണ ഗതിയിലും ആദ്യം ഈ കേസ് തന്നെയാണ് പരിഗണനയിൽ വരാറ്. കാരണം ഇതാണ് ഇവിടെ ഉള്ളതിൽ പഴക്കമുള്ളൊരു കേസ് ഇതാണ്. പിന്നെ നമ്മുടെ ഈ കേസ് വരുന്ന ദിവസങ്ങളിൽ അതിലും വേറെ കേസുകൾ അധികം ഉണ്ടാവാറില്ല. ഏപ്രിൽ 4-ന് ശിക്ഷാവിധി ഉണ്ടാകും തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? വിധി വരട്ടെ, വിധി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിലുള്ളൊരു വിധി ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അത് തന്നെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ആ റൂളിംഗ് ഒക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഓൾറെഡി അതിനുള്ള റിപ്ലൈ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും കോടതി ബോധിപ്പിച്ചിട്ടുണ്ട്. കോടതി അതിലും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൊടുത്ത റൂളിംഗ് കോടതി തന്നെ പറഞ്ഞു അത് ഓൾറെഡി അത് കണ്ടതാണല്ലോ എന്നുള്ളത് പറയുന്നു. 325 സംബന്ധിച്ചിട്ട് 2022 കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലുള്ള സംഭവങ്ങളും അതിനുള്ള റിപ്ലൈയും ഓൾറെഡി നമ്മുടെ ആർഗ്യുമെൻറ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു പോന്നിട്ടുള്ളതാണ്. അത് പുതിയൊരു സംഭവമല്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണെന്നും വരും ദിവസങ്ങളിൽ തെളിയിക്കും. നോക്കാം നമുക്ക് കേട്ടോ. പ്രസാദ് വീണ്ടും ചേരുന്ന കിട്ടും എന്ന പ്രതീക്ഷയാണോ പ്രോസിക്യൂഷൻ പങ്കുവെക്കുന്നത്? തന്നെ വധുവിന് നീതി കിട്ടും, ശിക്ഷാവിധി അനുകൂലമായി തീരുമെന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എന്തായാലും ഏപ്രിൽ 4-ന് ശിക്ഷാവിധി ഉണ്ടാകും, വിധി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. പ്രോസിക്യൂഷൻ അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസിൽ ഇതിന് തുടക്കം മുതൽ തന്നെ, അതായത് വലിയ തോതിലുള്ള ഈ കേസിൽ 4ാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ കേസിൻ്റെ പിന്നീട് വിചാരണ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. കേസിൽ ചുമതലയേറ്റ ആദ്യത്തെ 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരും ഇതിൽ പിന്നീട് ചുമതല ഒഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. 3ാമത്തെയാൾ രാജേന്ദ്രൻ, അദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകനാണ്. അദ്ദേഹം വിസ്താരം നടത്തുന്ന സമയത്താണ് 2 സാക്ഷികൾ നിരന്തരം കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മധുവിൻ്റെ അമ്മയും സഹോദരിയും അതോടൊപ്പം തന്നെ മാർസൻ എന്ന ഇവരോടൊപ്പം നിന്ന് സാമൂഹ്യ പ്രവർത്തകനുമെല്ലാം ഇവർ ചേരുന്നുണ്ട്. നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. അങ്ങോട്ട് വലിയ ഒരു പോരാട്ടം നടത്തിയിട്ടുണ്ട്. 4-ാം തീയതിക്ക് മൈക്കെല്ലാം ഇറക്കി പിടിക്കും. മോൻ കാണുന്നില്ല, ഇറക്കി പിടിക്കും. 4-ാം തീയതി ഉണ്ടാവുന്നതാണോ പറയുന്നത്? എന്താണ് പറയുന്നത്? ബഹുമാനപ്പെട്ട കോടതി 4-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാറ്റിയതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ടായിരിക്കാം മാറ്റിവെച്ചത്. അത് പിന്നെ 4-ാം തീയതി പറയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എന്താണെന്നും നമുക്ക് കോടതിയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാം കോടതിയുടെ ഇതിൽ നടക്കട്ടെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. മധുവിന് നീതി ലഭിക്കുന്ന ഒരു വിധി ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയാണ്. മധുവിന് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത്രയും അധ്വാനിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ട്. അത്രയും അലഞ്ഞും തിരിഞ്ഞും അങ്ങോട്ട് നടന്നതിൻ്റെ പ്രതിഫലമായി തന്നെ തീരട്ടെ ഈ ഒരു വിധി. എൻ്റെ മധുവിന് നല്ലൊരു വിധി തന്നെ ഉണ്ടാവുമെന്ന്, എൻ്റെ മധുവിന് നല്ലൊരു നീതി കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ എനിക്കും പറയാനുള്ളത് എൻ്റെ മകന് മധുവിന് നല്ലൊരു വിധി കിട്ടുമോ എന്നിട്ട് മണ്ണാർക്കാട് കോടതി കോടതി ഇവർ വക്കീൽ ഇതൊക്കെ ഇവർ എല്ലാവരും ഞങ്ങളുടെ ഒപ്പമുണ്ട്. സർക്കാർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. എല്ലാ ലോക ആൾക്കാർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. അതുപോലെ തന്നെ വരുമോ എന്നിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ല, അനുകൂലമായ വിധി വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ സാക്ഷികളുടെ 302 അട്രോസിറ്റി, അതുപോലെ ഗൂഢാലോചന, ഇതെല്ലാം കറക്റ്റായിട്ട് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു വിധി കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പ്രസാദ്, എന്താണ് പറയുന്നത്? മധുവിൻ്റെ അമ്മയും സഹോദരിയും അതുപോലെ ഈ കേസിൽ ഇത്രയും
കൂടെ നിന്ന് ഈ കേസിനൊപ്പം തന്നെ സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെയുള്ള വാക്കുകളാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത്. ധന്യ, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അവർ അവരുടെ പ്രതീക്ഷ പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ അനുകൂല വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ സരസുവും മല്ലിയുമെല്ലാം പറഞ്ഞ് അത്രയേറെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ശരിയാണ് ഈ വിഷയത്തിൽ. കാരണം ഇതിന്റെ തുടക്കം മുതൽ നിൽക്കുന്ന നമുക്കറിയാം, ഇവർ ഈ കേസിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടേറെ ഭീഷണികളും പ്രലോഭനങ്ങളും എല്ലാം നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ അവരുടെ നാട്ടിൽ പോലും ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരു സാഹചര്യം പോലും ഇവർക്കുണ്ടായിരുന്നു. കാരണം നാട്ടിലെ പിന്തുണ മുഴുവനും പ്രതികളുടെ നിൽക്കുന്ന ആളുകൾക്കൊപ്പമായി പോകുന്ന ഒരു സാഹചര്യം. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നിസ്സഹായതയോടുകൂടി ഇവർക്കതെല്ലാം നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ അമ്മയെ പലപ്പോഴും അമ്മയും സരസുവിനെയും ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി. പോലീസ് അതിൽ കേസെടുക്കുന്നു. ഇവർക്ക് പണം നൽകാമെന്ന് പറയുന്നു, ഇവരുടെ വീട് നവീകരിച്ചു കൊടുക്കാം, ലക്ഷങ്ങളുടെ വീട് വെച്ച് നൽകാം എന്ന് പറയുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവർക്കുണ്ടാകുന്നു. ഈ കേസിൽ അങ്ങനെ ഇവർ ഭീഷണിപ്പെടുത്തിയവരെ 2 പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. അവർക്ക് പണം നൽകുന്ന ഏജൻസികളിൽ ഇതിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 35 ലക്ഷം രൂപ പിടിച്ചെടുക്കുന്നു. അത്രയേറെ ഈ പ്രതിസന്ധികളിലൂടെ വെല്ലുവിളികളിലൂടെ അതെല്ലാം മറികടന്നാണ് ഇവർ കേസിനൊപ്പം നിൽക്കുന്നത്. മല്ലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കടുകുമണ്ണ അട്ടപ്പാടിയിലെ ഏറ്റവും ഉൾപ്രദേശത്തുള്ള ഒരു ഊരാണ് കടുകുമണ്ണ. അത്തരം ഒരു സ്ഥലത്ത് നിന്ന് വരികയും ഈ കേസിനൊപ്പം പൂർണ്ണമായും പിന്നീട് യാത്ര നടത്തുക, അട്ടപ്പാടിക്ക് പുറത്തേക്ക് അധികം സഞ്ചരിച്ചിട്ടില്ലാത്ത മല്ലി പിന്നെ കേസിന് വേണ്ടി മാത്രം നിരന്തര യാത്രകൾ നടത്തേണ്ട ഒരു സാഹചര്യം. അത്രയേറെ ഈ കേസിന് വേണ്ടി ഇതിൽ നീതിക്ക് വേണ്ടി അവർ സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് മധുവിന്റെ കുടുംബവും മധുവിന്റെ അമ്മയും മധുവിന്റെ സഹോദരിയും എല്ലാം ഉള്ളത്. ശരി, നന്ദി പ്രസാദ്.